നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അക്രമവും കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ചകൾ, ഇതിൽ ഇരകളാകപ്പെടുന്ന സ്ത്രീകൾ, നിത്യേന നിരവധി സ്ത്രീകളുടെ കണ്ണീർ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ സമാനമായൊരു സംഭവം ഉണ്ടായത് കോഴിക്കോട് കുണ്ടുങ്ങലിലാണ്. കുണ്ടുങ്ങലിൽ ഭാര്യയെ പെട്രോളൊഴിച്ച് കത്തിക്കാൻ ശ്രമമുണ്ടായി. കുണ്ടുങ്ങൽ സ്വദേശി CK നൌഷാദാണ് പെട്രോൾ നിറച്ച കുപ്പിയുമായി വീട്ടിലെത്തി അതിക്രമം കാട്ടിയത്. വാതിൽ തുറക്കാതെ വന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന്, ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കങ്ങൾ അത് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ. ഇവിടെ കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഒരു യുവതിക്ക് നേരെയാണ് ഭർത്താവിൻ്റെ ആക്രമണം ഉണ്ടായത്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് പരാതിയിൽ പറയുന്നത്? ഈ യുവതിക്ക് ഈ ആക്രമണത്തിൽ എന്തെങ്കിലും പരിക്കേറ്റിരുന്നോ? കോഴിക്കോട് കുണ്ടുങ്ങലിലാണ് ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതായത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ഭാര്യയും ഭർത്താവും, യുവതിയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന പരാതിയുണ്ട്. ഇതേ തുടർന്ന് പലപ്പോഴും തുടർച്ചയായി വീട്ടിലെത്തി അതിക്രമം കാട്ടുന്നു, ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ വരെയും ശ്രമമുണ്ടായെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത് വലിയ രീതിയിലുള്ള, അതായത് ഈ യുവതിയെ, ഭാര്യയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? ഇങ്ങനെ പതിവായി ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അതിക്രമങ്ങൾ ഉണ്ടാകുന്നുവെന്ന് യുവതിയുടെ പരാതിയിലുണ്ടല്ലോ അനീഷ്. ഇംതിയാസ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടു തുടങ്ങിയത്. അതിൽ യാതൊരു മാറ്റവും ഇപ്പോഴും ഇല്ല എന്നാണ് ഈ കോഴിക്കോട് കുണ്ടുങ്ങലിലെ ഈ സംഭവം നമ്മളെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഭാര്യ ജാസ്മിന് ക്രൂരമായ പീഡനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നൌഷാദിൽ നിന്നും ഭർത്താവിൽ നിന്നും ഏൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നിന്നും വ്യക്തമാവുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ജാസ്മിനെ കാണാനായി ജാസ്മിൻ്റെ അമ്മയും ഉപ്പയും മുക്കത്താണ് അവരുടെ വീട്. അവിടെ നിന്നും അവർ ഈ കുണ്ടുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. ഈ മാതാപിതാക്കൾ വീട്ടിലേക്ക് എത്തിയ ആ സമയം മുതൽ തന്നെ അങ്ങേറ്റം മോശമായ പെരുമാറ്റമാണ് നൌഷാദിൻ്റെ ഭാഗത്തു നിന്നും ഈ ജാസ്മിനോട് ഉണ്ടായതെന്നാണ് പറയാൻ കഴിയുന്നത്. ഈ പ്രകോപനം, ഈ ഇത്തരത്തിൽ ഈ മാതാപിതാക്കൾ വന്നുപോയ ശേഷം ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കൊലപാതക ശ്രമത്തിലേക്ക് നീങ്ങിയതെന്നും പോലീസ് പറയുന്നു. ഈ മുഖത്ത് അടക്കം അടിച്ച് പരിക്കേൽപ്പിക്കുന്നു, കത്തി ഉപയോഗിച്ച് നെറ്റിയിലും കയ്യിലും മറ്റും പോറലേൽപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും ചെയ്യും. ഈ ഭാര്യയുമായി വഴക്കുണ്ടാക്കിയ ശേഷം പിന്നീട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ നൌഷാദ് രാത്രിയാണ് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ ഒരു കുപ്പി നിറയെ പെട്രോളും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെട്രോളുമായി വീടിന് പുറത്തെത്തി ഈ വലിയ ആക്രോശം ഉയർത്തി വീട് തുറക്കാനായി ശ്രമിച്ച ഭർത്താവ് വാതിലിൽ വലിയ ശബ്ദത്തിൽ കൊട്ടിയപ്പോൾ ഈ ഭാര്യ ജാസ്മിൻ കതക് തുറക്കാതിരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏറെ നേരം അയാൾ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനുശേഷം കയ്യിലിരുന്ന പെട്രോൾ ഒഴിച്ച് ഈ ജാസ്മിൻ്റെ സഹോദരിയുടെ വാഹനം കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ആ വാഹനം കയ്യിലിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഈ വാതിൽ തുറന്നിരുന്നെങ്കിൽ ജാസ്മിന് നേരെ ഈ നൌഷാദിൻ്റെ ഭാഗത്തു നിന്നും ഈ ക്രൂരമായൊരു ആക്രമണം ഉണ്ടായേനെ. ഈ പെട്രോൾ ഒഴിച്ച് ജാസ്മിനെ തന്നെ കത്തിക്കുമോ എന്ന ഒരു സംശയം യുവതിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കതക് തുറക്കാതെ ശക്തമായി തന്നെ പിടിച്ചു നിന്നതിനാൽ വാഹനമാണ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെയും നൌഷാദിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഈ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയുടെ കാര്യത്തെ ചൊല്ലി ഒരുപാട് തവണ ഈ വഴക്കുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും സംശയരോഗം ഉള്ള ആൾ കൂടിയാണ് നൌഷാദ്. അതുകൊണ്ട് ആ ഫോട്ടോ എടുത്തതിനെ ചൊല്ലി, കൂട്ടുകാർക്കൊപ്പം നിന്ന് ആ ഫോട്ടോ എടുത്തതിനെ ചൊല്ലി വലിയ കോലാഹലങ്ങൾ വീട്ടിലുണ്ടാക്കുകയും അതേ ചൊല്ലി പലപ്പോഴും ഈ
വാക്ക് തർക്കങ്ങൾ, വഴക്ക് എന്നിവ ഉണ്ടാക്കിയിരുന്നതായും ജാസ്മിൻ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഈ നടന്നത്. അതേ തുടർന്നുള്ള ആശയഭിന്നതകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഈ നൗഷാദ് ജാസ്മിനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏറെ നാളായി ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ ചൊല്ലി വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ജാസ്മിൻ പറയുന്നു. രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാത്ത അനീഷ്, ഇങ്ങനെ കൊലപ്പെടുത്താൻ വരെ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ യുവതിയെ കൊലപ്പെടുത്താൻ വരെയും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലേ? എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്? കുടുംബ പ്രശ്നം, അതല്ലെങ്കിൽ ഇയാളുടെ ഒരു സംശയമാണോ ഭാര്യയെ ഈ രീതിയിൽ ആക്രമിക്കാനുള്ള കാരണം? അതോ മറ്റേതെങ്കിലും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം? അങ്ങനെ യുവതി തുടർച്ചയായി, അതായത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അങ്ങനെ അതിക്രമത്തിന് ഇരയായിട്ടുള്ള വ്യക്തിയാണോ? ടോമോ, രണ്ട് കാര്യങ്ങളാണ് ഇയാളുടെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബം പറയുന്നത്. ഒന്ന് ലഹരിയാണ്. ലഹരിക്ക് അടിമയായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആളാണ് ഇയാൾ. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നീട് വളരെ ഒരു സൈക്കോപാത്ത് എന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റൊന്ന് സംശയം. പ്രത്യേകിച്ചും ലഹരിക്ക് അടിമയാകുമ്പോൾ തന്നെയാണ് ഈ സംശയരോഗം ഇയാളിൽ ഏറി വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇവർ ജോലി ചെയ്ത സ്ഥാപനത്തിൽ കൂട്ടുകാരോടൊന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ആ ഫോട്ടോ പോലും ഇയാളെ അങ്ങേയറ്റം പ്രകോപിതനാക്കുന്ന സാഹചര്യം. ഫോട്ടോ എടുത്ത ശേഷം വീട്ടിലെത്തി പിന്നീട് ദിവസങ്ങളോളം ഇത് പറഞ്ഞ് ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയും ഒരു മാനസിക നില തെറ്റിയ ആളുടെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, സാധാരണഗതിയിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ യുവതികളൊക്കെ ഭർത്താക്കന്മാരിൽ നിന്നും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ മുതൽ ഇത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തെ അറിയിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുടുംബത്തെ അറിയിച്ചാലും ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പോയാൽ പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യം, ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും കുറ്റപ്പെടുത്തലുണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ യുവതിയും പോയത്. ഉറക്കാൻ സമ്മതിക്കാതെ പോലും രാത്രിയിൽ മർദ്ദിക്കുന്ന പതിവുണ്ട്. കത്തിയെടുത്ത് ശരീരത്തിൽ വരയും, ചോരപ്പാടുകൾ കണ്ട് ആസ്വദിക്കും. ഒപ്പം ഈ ശ്വാസം മുട്ടിച്ച ശേഷം പിടയുമ്പോൾ ഈ യുവതിയുടെ പിടച്ചിൽ കണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന രീതിയിലേക്കുള്ള അങ്ങേയറ്റം ഒരു സൈക്കോപാത്ത് എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു ഇയാളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലഹരിക്ക് അടിമയായ ശേഷം ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കുടുംബത്തിനും പലപ്പോഴും വിവരം ഈ യുവതി അറിയിച്ചിട്ടുണ്ട്, ജാസ്മിൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഈ വിവരങ്ങൾ തിരക്കാനായി ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയും കുടുംബങ്ങളെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇയാൾ ഈ മാതാപിതാക്കളെ കണ്ടുകൂടി കൂടുതൽ പ്രകോപിതനായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ അങ്ങേയറ്റം പ്രകോപനകാരിയായ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ, സംശയാലുവായ ഒരു ഭർത്താവാണ് നൗഷാദ്. ഇയാൾക്കെതിരെ എന്തായാലും ആയുധം ഉപയോഗിച്ച് മുറിപ്പെടുത്തൽ, നരഹത്യാശ്രമം തുടങ്ങിയ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം തുടങ്ങിയുള്ള 5 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കെതിരായ കൂടുതൽ അന്വേഷണം നടത്തും എന്ന പോലീസ് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തി കഠിനമായ ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ളൊരു വിചാരണ നടപടികളിലേക്ക് നീക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് കേട്ടോ. യെസ്, അനീഷ്, എന്താണ് ഈ യുവതിയുടെ നിലപാടെന്താണ്? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണോ, അതോ ഇങ്ങനെ സാധാരണഗതിയിൽ ഇതുപോലെ പീഡനങ്ങൾ സഹിച്ച്, ഭർതൃപീഡനങ്ങൾ സഹിച്ച് വീണ്ടും ആ വീട്ടിൽ തന്നെ കഴിയേണ്ട സാഹചര്യമുണ്ട്? പല കുടുംബങ്ങളിലും പിന്നീട് സംഭവിക്കുന്നത് യുവതികളുടെ ആത്മഹത്യയാകും. പക്ഷെ ഇവിടെ എന്താണ് ഈ യുവതിയുടെ നിലപാടെന്താണ്? ആ ഭർത്തൃ വീട്ടിൽ തന്നെ തുടരുകയാണോ, അതോ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? ജാസ്മിൻ ഇപ്പോൾ മുക്കത്തെ ജാസ്മിൻ്റെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഭർത്തൃ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ വാതിലിൽ മുട്ടി കതക് തുറക്കാതെ വന്നപ്പോൾ, ഈ ജാസ്മിൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവം, തുറക്കാതെ വരുമ്പോൾ
പുറത്തുള്ള സ്കൂട്ടർ കത്തിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ ആ പെട്രോൾ ഈ ജാസ്മിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച ശേഷം തീ കൊളുത്തി ആത്മഹത്യ വധിക്കാനുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇയാൾ ലഹരി മൂത്ത് നിൽക്കുമ്പോൾ ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും എന്നതാണ് ഈ യുവതിയുടെ അനുഭവത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നോടുള്ള വിരോധമാണ് ആ സ്കൂട്ടറിൻ്റെ മുകളിൽ തീർത്തത് എന്ന് തന്നെ അവർ കരുതുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇയാളോടൊപ്പം ഒരു തിരിച്ചുപോക്കിനി ഉണ്ടാവില്ല. തിരിച്ചു പോയാൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നറിയാം. കുടുംബത്തിൻ്റെ വലിയ പിന്തുണ ഇപ്പോൾ ഈ കുട്ടിക്ക് ലഭിക്കുന്ന, ഈ യുവതിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇയാൾക്കെതിരായ നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരം ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ പതിവാണ് രണ്ട് ഭിന്ന ധ്രുവങ്ങളിലുള്ളവർ അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളോട് കൂടിയവർ, രണ്ട് സ്വഭാവങ്ങളോട് കൂടിയവരൊക്കെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആശയപരമായ ഭിന്നതകളും ചില പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരു നല്ല രീതിയിലേക്ക് മുന്നേറുക എന്നതാണ് ദാമ്പത്യത്തിൽ പലപ്പോഴും കണ്ടുവരുന്നത്. അങ്ങനെ തന്നെ ആവാം ആ യുവതി അത്രയും നാൾ ഇയാളുടെ പീഡനങ്ങൾ സഹിച്ചത്. അത് തന്നെയാണ് MS അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് പല വീടുകളിലും ഇത്തരം സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം, ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാം. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള മാനസിക അവസ്ഥയുള്ളവർ, സംശയരോഗികളായിട്ടുള്ള ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്നത് അത് അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഈ യുവതിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂർ പഴയങ്ങാടി ചെമ്പലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്തൃമാതാവ് ഒരിക്കലും തനിക്ക് സമാധാനം നൽകിയിട്ടില്ല. PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തുവന്നത്. റീമിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണെന്ന റീമിയുടെ വാട്സാപ്പ് സന്ദേശവും കണ്ടെടുത്തിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഈ പഴയങ്ങാടിയിൽ ഉണ്ടായത്. റീമയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി ഈ റീമ യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. രണ്ടുപേരുടെയും മൃതദേഹം പിന്നീട് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. പക്ഷെ അതിനുശേഷമാണ് ഈ വാട്സാപ്പ് സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തനിക്ക് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സമാധാനം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. സംഭവത്തിൽ പോലീസിന്റെ നടപടി എങ്ങനെയാണ്? ടോമേ, ഈ ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം ഇത്തരത്തിൽ മരിക്കുന്ന സംഭവം അത് ഇപ്പോൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്നത്. വളരെ സങ്കടകരമായ കാര്യം. അതിൽ ഭർത്താവിനെതിരെയും അതുപോലെ തന്നെ ഭർത്തൃ മാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു വാട്സാപ്പ് സന്ദേശം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കണ്ണൂർ പഴയങ്ങാടി ചെമ്പലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബൈജു, നമ്മൾ നേരത്തെ സംസാരിച്ചതായിരുന്നു. കാരണം ഇതുപോലെ ഭർത്തൃ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന യുവതികൾ ഒടുവിലത് ആത്മഹത്യയിൽ കലാശിക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ കൂട്ട ആത്മഹത്യയാണ് ഉണ്ടായത്. റീമ 1.5 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും കൃത്യമായ ആരോപണങ്ങളുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടർച്ചയായി ഇത്തരം വാർത്തകളാണ് വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്ന സങ്കടകരമായ റീമയുടെയും അവരുടെ കുഞ്ഞിന്റെയും വാർത്ത. അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ വാട്സാപ്പ് സന്ദേശം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ റീമ തന്റെ ശബ്ദത്തിൽ തന്നെ പറയുന്നത് തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന് വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൂടാതെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ ഇത്തരത്തിലുള്ള ആത്മഹത്യാ കുറിപ്പ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിലും വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് അവർ വിവരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞത് മുതൽ ഭർത്തൃമാതാവ് ഒരിക്കലും തനിക്ക് സമാധാനം നൽകിയിട്ടില്ല എന്നാണ് റീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല.
തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി ലഭിക്കില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമെന്നാണ് ഇതിൽ റീമ പരാമർശിച്ചിരിക്കുന്നത്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എന്തായാലും ഭർത്തൃമാതാവ് എപ്പോഴും ഇവരെ വഴക്കു പറയുമെന്നും ഈ ഇതിൽ പറയുന്നുണ്ട്. തന്നെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുമെന്ന് എന്ന ഒരു പരാമർശം കൂടിയുണ്ട്. എന്തായാലും ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചു വന്നിരുന്നത്. ഈ അടുത്തില വയലപ്ര സ്വദേശിയാണ് ഇവർ റീന. 3 വയസ്സുള്ള മകൻ കൃഷിവിരാജ് എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പൊടിയിൽ ചാടി ഇവർ ആത്മഹത്യ ചെയ്തത്. രാവിലെ 8:30യോടെയാണ് ഇത്തരത്തിൽ റീമയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. റെയിൽവേ പാലത്തിന്റെ താഴെ ഒരു പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടിനിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. എന്നാൽ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളും അതുപോലെ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങളും അതൊക്കെ കൃത്യമായി പരിശോധിച്ച് പോലീസ് അതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഇവരുടെ സഹോദരി രമ്യയുടെ ഭർത്താവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. പോലീസ് ഏതായാലും ഇവർക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോൾ വരുന്നത്. ടോം, ബൈജു, ഇവർക്കെതിരെ ഈ ഭർത്തൃമാതാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ രീതിയിൽ തുടർച്ചയായി ഭർത്തൃമാതാവിൻ്റെ ഭാഗത്തു നിന്ന് പീഡനങ്ങളേറ്റിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഗാർഹിക പീഡനത്തിനടക്കം കേസെടുക്കേണ്ടതല്ലേ? പോലീസ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ടോമെ, തീർച്ചയായും ഗാർഹിക പീഡന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇതിൽ കേസ് എടുക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും ഈ കത്തിൽ പരാമർശിച്ചിട്ടുള്ള അങ്ങേയറ്റം സങ്കടകരമായ കാര്യങ്ങൾ, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും ഈ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളും ഭർത്താവിന്റെ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ വരുന്നതെന്നാണ്. അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെ ഈ സംഭവമുള്ളത്. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഒപ്പം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നുള്ള നിരന്തരം ഇത്തരത്തിലുള്ള ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഇതൊക്കെയാണ് ഇവരുടെ ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത്. എന്തായാലും ഇവരുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വീട്ടിൽ നിന്നും അകന്ന് സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഇവർ. ഇതിനിടയിലാണ് ഈ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ നിരന്തരം ഇവരെ ശല്യപ്പെടുത്തിയത്. ആ ഒരു കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് പ്രധാനമായും ഇവർ ഈ കത്തിൽ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മകനെ ആവശ്യപ്പെടുന്നതെന്നാണ്. അത്തരത്തിൽ അവരുടെ ആത്മഹത്യക്കുറിപ്പ് നോക്കിയാൽ തന്നെ കൃത്യമായി അവർക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ നിന്നും അനുഭവിച്ച പീഡനമൊക്കെ അതിൽ കൃത്യമായി അവർ മാനസികമായ പീഡനമൊക്കെ ഇതിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തും. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ഇതിന്റെ അന്വേഷണം ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട് കൂടുതലായി. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിൽ ഒരു ഇടവേള. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മോചനദ്രവ്യം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മരിച്ച തലാലിന്റെ കുടുംബവുമായി തർക്കം തുടരുകയാണ്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇവിടെ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട്. പക്ഷേ അതിനിടെ കഴിഞ്ഞ ദിവസം തലാലിൻ്റെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്നോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ യാതൊരു ചർച്ചകളോ ഈ കുടുംബവുമായി നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് ഈ സമവായ ചർച്ചകൾക്ക് വേണ്ടി അവിടെ പോകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയതാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്?
ടോം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മോചന ശ്രമവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പക്ഷേ ആദ്യ ദിനങ്ങളിലൊക്കെ കൃത്യമായ ഒരു പുരോഗതി പുറത്തേക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം ഏത് തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്, എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് യമനിലെ പണ്ഡിതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ അത്തരമൊരു അപ്ഡേറ്റ് കൃത്യമായി നൽകാത്ത രീതിയിലാണ്. കാരണം ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തുന്നു. ഈ മോചനം വളരെ പെട്ടെന്നാവും, അല്ലെങ്കിൽ ഈ മരിച്ച തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ എന്നിവ തുടങ്ങി പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനായി വളരെ രഹസ്യമായാണ് ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തിൻ്റെ അടുപ്പമുള്ള പണ്ഡിതന്മാർ വഴി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗോത്ര തലവന്മാരുമായും ഒപ്പം കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. നേരത്തെ വധശിക്ഷയ്ക്കുള്ള തീയതി നിശ്ചയിച്ചെങ്കിൽ പോലും അത് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിനുശേഷം മറ്റൊരു തീയതി നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പുതിയ തീയതി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരുപക്ഷെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ ആശാവഹമായി തന്നെ പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് കാന്തപുരം പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പുതിയ കത്ത് കഴിഞ്ഞ ദിവസം അയച്ചിരുന്നത്. നേരത്തെ ഈ നിമിഷ എൻ്റെ മോചനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ഒരു കത്ത് അയച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കത്ത് കൂടി അയച്ചിരിക്കുന്നത്. കാരണം ഈ ധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൃത്യമായി പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന ശ്രമങ്ങൾ മതപരമായ ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത് ദിയാദനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ്. ഈ പണം നൽകുന്നതിൽ ധാരണ എത്തുക, അല്ലെങ്കിൽ ഈ പണം നൽകുക എന്നതുകൊണ്ട് മാത്രം മോചനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നില്ല. ഇന്ത്യയിൽ പണപ്പിരിവ് നടത്തിയാലും അത് യമൻ പോലുള്ള ഒരു ഇടത്തിൽ എവിടെയാണ് ഒരു തടസ്സം നിൽക്കുന്നത് അനീഷ്? ഇവിടെ തലാലിൻ്റെ കുടുംബം നേരത്തെ തന്നെ ഈ ദിയാദനവുമായി ബന്ധപ്പെട്ടല്ല പ്രശ്നം, ഇത് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത് പറയുന്നുണ്ട്. ഒരു മതപരമായ ഒരു ചർച്ചകളാണ് വേണ്ടത്. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? തികച്ചും ഈ മതപരമായ കാര്യത്തിൽ ഊന്നി തന്നെയാണ് ഇപ്പോഴും ഈ അനുനയ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മതത്തിൽ പറയുന്നുണ്ട്, ഇത്തരം ഒരു കൃത്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ അതിന് അർഹരായ ആളുകൾ മാപ്പ് നൽകിയാൽ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ഉചിതമായ നഷ്ടപരിഹാരം നൽകി മാപ്പ് നൽകിയാൽ അത് ഒരു മതപരമായ കാര്യമായി കണക്കാക്കാൻ കഴിയും എന്നത്. അതുകൊണ്ട് അതിലൂന്നി തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ തലാലിൻ്റെ സഹോദരൻ ഒരു വശത്ത് എതിർപ്പ് നിൽക്കുന്നെങ്കിൽ പോലും മറുവശത്ത് കുടുംബാംഗങ്ങളിൽ ഒരു സമവായത്തിലെത്താൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഇത്രമേൽ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളിൽ ഏറിയ പങ്കും ഈ ഒരു തീരുമാനത്തെ മാപ്പ് നൽകുന്നതിനെ എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തലാലിൻ്റെ സഹോദരനാണ്, നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം പോസ്റ്റുകൾ ഇടുകയും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പരിഭാഷ പോലും കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അടക്കം അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഈ മോചനത്തിലേക്ക് നീങ്ങുമ്പോൾ പണം എത്തിക്കുന്ന കാര്യമാവട്ടെ, ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ആ രാജ്യവുമായി യമനുമായി നടത്തുന്നതാവട്ടെ. നമുക്കറിയാം അവിടെ ഒരു എംബസി പോലും നിലവിലില്ലാത്ത സാഹചര്യം. അയൽ രാജ്യത്ത് നിന്നാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിൻ്റെ സഹായം അനിവാര്യമാണ്. നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നപ്പോഴും ഒരു 6 അംഗ സമിതി ഇക്കാര്യങ്ങളിലെ മുന്നോട്ട് പോട്ടെ എന്നാണ് അന്ന് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ആശയം. ഒന്ന്, കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, അതായത് ആധ്യാത്മിക തലത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ. അത് ഈ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, നിയമപരമായ കുരുക്കുകൾ അഴിക്കണം. അത്തരം കാര്യങ്ങൾക്കായി 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുക, 2 ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളായ 2 പേർ. ഇവരാണ് നേരത്തെ മുതൽ തന്നെ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ
ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലെ കാര്യങ്ങൾക്ക് സഹായകമാകുന്ന 2 പേർ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ അതിനും ആയി കേന്ദ്ര സർക്കാരിനെ സമീപിക്കൂ എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്തായാലും അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് മറുവശത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഘടകങ്ങൾ മറുവശത്തൊക്കെ നിൽക്കുന്നു. തീർച്ചയായും അനീഷ്, നിമിഷപ്രിയയുടെ വധശിക്ഷ നേരത്തെ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ചർച്ചകൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ചർച്ച വഴിമുട്ടൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല അതിനിടെ പല രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഈ തലാലിൻ്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ വീട്ടുതടങ്കലിലാണ്. അങ്ങനെയുള്ള പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളൊക്കെയാണോ ഈ ചർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നത്? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച വലിയൊരു തരത്തിൽ ഈ ചർച്ചയ്ക്ക് വിലങ്ങുതടിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഈ കാന്തപുരം ഇടപെട്ട ശേഷം അത് ഒരു പോസിറ്റീവായ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയുമ്പോൾ തീർച്ചയായും കാന്തപുരത്തിൻ്റെ എതിരുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത ആളുകളുണ്ട്. അവരൊരു വിഭാഗം നിൽക്കുന്നു. ഒരു വശം ആളുകൾ കാന്തപുരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അദ്ദേഹം അങ്ങേയറ്റം മാനസികപരമായ ഒരു ഇടപെടൽ നടത്തി. അതുകൊണ്ട് കാന്തപുരം മഹാനായ ആളാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ആളുകൾ സന്ദർശിക്കാൻ പോകുന്നു. അദ്ദേഹത്തെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾ ഇടുന്നു. മറുവശത്ത് ചാണ്ടിയുമ്മനാണ് ഇക്കാര്യത്തിൽ കാന്തപുരത്തിലേക്ക് എത്തുന്ന രീതിയിലെ വഴിത്തിരിവുണ്ടാക്കിയത്. അതുകൊണ്ട് ചാണ്ടിയുമ്മനെ അഭിനന്ദിച്ച് പോസ്റ്റുകൾ ഇടുന്നു. അങ്ങനെ ഓരോ വിഭാഗം ആളുകളും അവരവരെ ഉയർത്തിക്കാട്ടി പോസ്റ്റുകൾ ഇടുമ്പോൾ മറുവശത്ത് ഈ കാന്തപുരം ഒന്നും നടത്തിയ ഇടപെടലുകളല്ല, സർക്കാർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നടത്തുന്ന ഇടപെടലുകളുടെ ഫലമാണ് ഇപ്പോഴത്തെ ഈ നീക്കമെന്ന് പറയുന്നു. മറുവശത്ത് ഈ സാമുവൽ ജെറോമൊക്കൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ആക്ഷൻ കൗൺസിൽ 4-5 വർഷമായി ഇതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഫലമാണ് ഇപ്പോഴത്തെ ഈ പുരോഗതി എന്ന് പറയുന്നു. അങ്ങനെ ഓരോ തട്ടിലായി ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കറിയാം. കേരളത്തിൽ പലപ്പോഴും പൊതുകാര്യങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കും എന്ന് പറയുമ്പോഴും ഭിന്നിച്ച് നിൽക്കുന്ന സ്വരങ്ങളും പലയിടത്തുനിന്നും ഉയരാറുണ്ട്. ഇത്തരം ഭിന്ന സ്വരങ്ങളും പലയിടത്തുനിന്നും ഉയരുന്നു. ആക്ഷൻ കൗൺസിലിനെതിരെ ഉയരുന്നു. അവർ ധനം സമാഹരിച്ച ശേഷം അതിന് കൃത്യമായ കണക്കുകളില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ ഈ ഭിന്നത കൃത്യമായും തലാലിൻ്റെ കുടുംബം അറിയുന്നുണ്ട്. പ്രത്യേകിച്ചും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ പോലും പിന്തുടരുന്നുണ്ട്. അവയിൽ എന്താണ് നടക്കുന്നതെന്നതിൻ്റെ കൃത്യമായ പരിഭാഷകളടക്കം അദ്ദേഹത്തിന് നൽകാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിലൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ഈ മോചനം എന്നത് ഒരു അനിശ്ചിതമായ ദൗത്യമായി നീങ്ങുമോ എന്നൊരു ആശയക്കുഴപ്പം ഉയരുകയും ചെയ്ത്. പക്ഷേ നമുക്കിപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്ത് വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെ തന്നെ കാര്യക്ഷമമായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വലിയ പുരോഗതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒരു ശുഭകരമായ വാർത്തകൾ വൈകാതെ യമനിൽ നിന്നും കേരളത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നയതന്ത്ര തലത്തിലെ ഇടപെടലിനായുള്ള ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നിമിഷയുടെ അമ്മ കുറച്ച് നാളായി തന്നെ യമനിലുണ്ട്. അവർക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ വിശദീകരണം പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു. താൻ ആരുടെയും തടങ്കലിലല്ല, സാമുവൽ ജെറോമിൻ്റെ ഒരു സംരക്ഷണയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. മലയാളികളായ ആളുകൾ സനയിൽ തനിക്ക് വലിയ സഹായം ചെയ്യുന്നു. തൻ്റെ ഭക്ഷണവും മരുന്നും അടക്കം എല്ലാ കാര്യങ്ങളിലും അവർ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. തനിക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിമിഷയുടെ മോചനം എന്ന ഒറ്റ കാര്യത്തിലേക്ക് ലക്ഷ്യങ്ങൾ ചുരുങ്ങണം. മറ്റ് പലയിടത്തായി ഭിന്നിച്ചു പോകാതെ പലയിടത്തായി പരസ്പരം ചെളിവാരി എറിയാതെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയാണ് അവർ രാവിലെ ആവശ്യപ്പെട്ടത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു വശത്തേക്ക് കേന്ദ്രീകരിക്കണം. വിവാദ വിഷയങ്ങൾ പലപ്പോഴും ഈ ദിശ മാറ്റിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരു വശത്ത് ചർച്ചകൾ വളരെ ഗംഭീരമായി തന്നെ പുരോഗമിക്കുന്നു എന്നും വ്യക്തമാവുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള വ്യക്തത അധികം വൈകാതെ എത്തുമെന്നാണ് ഈ കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണത്തിൽ നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഈ 1 വർഷം മുൻപാണ് ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം സംഭവിക്കുന്നത്.
അതേ തുടർന്ന് അതിന് പിന്നാലെ തന്നെ ഈ ഗൈഡിൻ്റെ മാനസിക പീഡനമാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം രംഗത്തെത്തിയതാണ്. പക്ഷേ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പല രീതിയിലുള്ള ശാസ്ത്രീയ തെളിവുകളും ആവശ്യപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം അന്വേഷണ സംഘത്തെ സമീപിച്ചെങ്കിലും അതിലും നടപടി ഉണ്ടായില്ല. എന്താണിപ്പോൾ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? എന്താണ് ഈ കുടുംബം ഈ ആരോപണവുമായി വീണ്ടും രംഗത്തെത്താനുള്ള സാഹചര്യം എന്താണ് ബൈജു? ടോമെ, കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി, അതായത് ഒഡീഷ സ്വദേശിനിയായ റൂബി പട്ടേൽ 2024 ഏപ്രിൽ 2-നാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗൈഡാണ്. ഗൈഡിനെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇവരുടെ റൂബിയുടെ ഗൈഡാണ്. ഈ ഗൈഡിന്റെ നിരന്തരമായ മാനസിക പീഡനം മൂലമാണ് ഈ റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്യാനിടയായതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ ഇതുവരെ അത്തരത്തിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധ എതിർപ്പുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഒഡീഷയിൽ നിന്നും സഹോദരി ഉൾപ്പെടെ ഇവർ കാസർഗോട്ട് വീണ്ടും എത്തിയത്. ഇത് പ്രധാനമായും പറയുന്നത്, ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഈ ഗൈഡ് ഇവരെ റൂബി പട്ടേലിനെ ോട് പറഞ്ഞു തന്റെ വില കളയരുത് എന്ന രീതിയിൽ പറഞ്ഞു. അതുകൂടാതെ നിരന്തരമായി ഈ റൂബി പട്ടേലിനെ ഇയാൾ ഇത്തരത്തിൽ വഴക്ക് പറയാറുണ്ടെന്ന് പറയുന്നു. ഒരു ദിവസം ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ആ ദിവസം ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നത് സഹപാഠികൾ കണ്ടിരുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ CCTV ക്യാമറകളുണ്ട്. ആ CCTV ക്യാമറകളൊന്നും തന്നെ പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റിയുണ്ട്. ആ സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് 2024 ഏപ്രിൽ 13-ന് ഇത് സംബന്ധിച്ച് ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലെ ഒരു കാര്യവും കുടുംബത്തെ അറിയിച്ചുമില്ല. എന്നാലും നിരന്തരമായി ഇത്തരത്തിൽ അവഹേളനം, അതിൽ മനംനൊന്നാണ് ഈ റൂബി പട്ടേൽ ആത്മഹത്യക്ക് ചെയ്യാനിടയായ സാഹചര്യമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഈ സർവകലാശാല ഇതിൽ പറയുന്നത് ഈ റൂബി പട്ടേലിന് ആത്മഹത്യ തരത്തിൽ മറ്റ് പീഡനം മൂലമല്ല, അത് വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നാണ്. അത് കുടുംബം പാടെ തള്ളുന്നുണ്ട്. ഈ സംഭവത്തിൽ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം, കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ഇതിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. 1 വർഷം പിന്നിട്ടിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട്. ഏതെങ്കിലും തരത്തിൽ എന്താണ് ഇതിന് പ്രധാനമായ കാരണം എന്ന് പോലും കുടുംബത്തിന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ കുടുംബം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ സഹോദരി ഡോക്ടർ ആശാ റാണി ഉൾപ്പെടെയുള്ള ഇവരുടെ ബന്ധുക്കൾ കാസർഗോഡ് എത്തിയത്. അവർ അവരുടെ വാക്കുകളും ആ രീതിയിലായിരുന്നു. തങ്ങളുടെ സഹോദരി ഏത് രീതിയിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനിടയായത്, അത് പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഒക്കെ പരാതി നൽകിയിരിക്കുന്നത്. ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്ന് അസ്വാഭാവിക മരണത്തിന് കേസ് ചാർജ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ മറ്റ് തുടർ അന്വേഷണം ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. ഒപ്പം ഈ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിനകത്ത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിന് ഉത്തരവാദിത്വം ഇവർക്കാണ്. കാരണം ഇവരുടെ താമസമൊക്കെ ഈ കേന്ദ്ര സർവകലാശാലയുടെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർവകലാശാലയ്ക്കുണ്ട്. അതിന് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയേണ്ടത് കേന്ദ്ര സർവകലാശാലയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറി കുറ്റം ആരോപിക്കുന്നവർക്ക് സംരക്ഷിക്കുന്ന നിലപാട്, അത്തരത്തിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർവകലാശാല സ്വീകരിക്കുന്നതെന്നും ഇവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കാരണം, അതിൽ തെളിവുകൾ ഇവരുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ് അതൊക്കെ അവരുടെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല. 1 വർഷം കഴിയുമ്പോഴും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന സഹപാഠികളുടെ മൊഴിയുണ്ട്. അതൊക്കെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഇതിൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ ആരോപിക്കുന്നതും. ഈ ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്യണം, ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്നാവശ്യപ്പെട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ടോം, ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒന്നും ആ സമയം ഈ റൂബിയുടെ മരണത്തിന് പിന്നാലെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിരുന്നോ? ഈ പോലീസ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഒരു നിലപാട് എന്താണ്? ഏതെങ്കിലും രീതിയിൽ അട്ടിമറി ശ്രമം ഈ കേസിൽ സംഭവിക്കുന്നുണ്ടോ?
ടോമെ, കുടുംബം പ്രധാനമായും പറയുന്നത് ഇതിൽ അട്ടിമറി ശ്രമം ഉണ്ട് എന്ന് തന്നെയാണ്. ഈ കുറ്റാരോപിതർക്കൊപ്പമാണ് സർവകലാശാല അധികൃതർ നിൽക്കുന്നതെന്നാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഭ്യന്തര സുരക്ഷാ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അത് 2024 ഏപ്രിൽ 13 ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും അതിലെ ഉള്ളടക്കം എന്താണ് കാര്യം എന്നത് ഇതുവരെ ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ പ്രധാനമായും ഇവരെ കുറ്റപ്പെടുത്താൻ പ്രധാനമായും കാരണം. ഒരു വർഷം പിന്നിട്ടിട്ടും മകൾക്ക് ഈ റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. എന്താണ് ഇവർ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം, അത് തന്നെയാണ് ഇവർക്ക് അറിയേണ്ടത്. ഈ ഗൈഡിന്റെ ഭാഗത്തു നിന്നും മാനസികമായ ഈ അക്കാദമിക് തലത്തിൽ മാനസികമായ സമ്മർദ്ദം ഉണ്ടായി എന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തുന്നത്. ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. പോലീസ് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ സർവകലാശാല നിരന്തരം ഇവരെ ബന്ധപ്പെട്ടപ്പോഴും ഇവർ സഹകരിക്കുന്നില്ല. ഈ കുടുംബം ഒഡീഷയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഗവേഷക വിദ്യാർത്ഥിയായി ഇവിടെ എത്തിയതാണ്. അത് ഈ കുടുംബം എല്ലാം ഉള്ളത് ഒഡീഷയിലാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇവരെ ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ കൃത്യമായി പറയാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ കൃത്യമായ ഇത്തരത്തിൽ കുറ്റം ചെയ്തവർ ആര് ഉണ്ടെങ്കിലും അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്യണം എന്നിവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്ന റൂബി പട്ടേലിന്റെ മരണത്തിലാണ് ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു. ഈ പെൺകുട്ടി മരിച്ചു 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും കേസിന്റെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. ഇനി തിരുവനന്തപുരത്തു നിന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയിലേക്കാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. രാവിലെ 9:30 നാലാഞ്ചിറയിലായിരുന്നു സംഭവം. ഫുട്പാത്ത് വഴി പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, നിയന്ത്രണം വിട്ട് എന്താണ് ഈ അപകടത്തിന് കാരണമായത്? അമിത വേഗതയാണോ? വലിയ ഇടിച്ചു തെറിപ്പിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ മണ്ണന്തറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ ടെക്നോ പാർക്ക് ജീവനക്കാരനാണ് ഈ ബൈക്ക് ഓടിച്ചു കൊണ്ടുവരുന്നയാൾ. ഇദ്ദേഹം ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളവ് തിരിഞ്ഞ് വന്ന ഈ ബൈക്ക് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയും അത്തരത്തിൽ അതിനുശേഷം ഇത്തരത്തിലുള്ള ഈ 2 വിദ്യാർത്ഥിനികളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 3 പേർക്കും, അതായത് ഈ 2 വിദ്യാർത്ഥിനികൾക്കും ഒപ്പം തന്നെ ഈ ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും നില ഗുരുതരമല്ല, പരിക്കുകളുണ്ടെങ്കിലും ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലുള്ളൊരു മദ്യപിച്ചിട്ടുണ്ടോ എന്നായിരുന്നു പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംശയം. അതിനുശേഷം അത്തരത്തിൽ ഉറങ്ങിപ്പോയതാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ വിദ്യാർത്ഥിനികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചത്. ഫുട്പാത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ നടക്കുന്നതെങ്കിലും ഈ ഒരു ബൈക്ക് നിയന്ത്രണം വിട്ട് ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥിനികളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ദാരുണമായൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു അപകടത്തിൽ ആർക്കും ഗുരുതരമായൊരു പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടോം, എങ്ങനെ ഒരു പതിവായ അപകടം നടക്കുന്നൊരു സ്ഥലമാണോ ഇത് സാരംഗ്? അങ്ങനെ റോഡിലൂടെ പോകുന്ന വാഹനം, ബൈക്ക് ഫുട്പാത്തിലേക്ക് നിയന്ത്രണം വിട്ട് വരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കുമോ കാരണം? ഈ ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ? ഈ സംഭവത്തിന് ഇപ്പോൾ കേസ് എടുത്തിട്ടില്ല, പക്ഷെ കേസ് എടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മണ്ണാർക്കാട് മേഖലയിലെ സ്വകാര്യ കോളേജുകളിൽ ഈ റാഗിംഗ് നടക്കുന്നത് സ്ഥിരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. പാലക്കാട് മണ്ണാർക്കാട് കോളേജിലാണ്
ഗ്യാങ് റാഗിംഗ് ഉണ്ടായത് 3 വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ ഉണ്ടാകില്ല. ജഗദീഷും ശ്വേതാമേനോനും രവീന്ദ്രനും മത്സര രംഗത്തേക്ക് എത്തും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് താരങ്ങളിൽ നിന്നും പിന്തുണ തേടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജും ജോയ് മാത്യുവും മത്സര രംഗത്തുണ്ടാകും. 110 താരങ്ങൾ വിവിധ സ്ഥാനത്തേക്ക് പത്രിക വാങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തായാലും മോഹൻലാൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. 110 താരങ്ങൾ പത്രിക വാങ്ങിയിട്ടുണ്ട്. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാമേനോൻ, രവീന്ദ്രൻ ഈ 3 പേരും മത്സരിക്കുന്നു എന്ന് പറയുന്നു. പൊതുവെ ആരുടെ പേരാണ്, അതായത് ഒരു സമവായത്തിലൂടെ ആയിരിക്കുമോ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക, അതോ ഒരു വോട്ടെടുപ്പ് വേണ്ടി വരുമോ? ടോം, അങ്ങനെ നാളുകൾക്ക് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരില്ല അല്ലെങ്കിൽ മോഹൻലാൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം മോഹൻലാൽ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ടുണ്ട് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റ് താരങ്ങളൊക്കെ തന്നെ അവർ തെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മോഹൻലാലാണ് എന്നൊരു നെറേറ്റീവ് നേരത്തെ തന്നെ ഉയർന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മോഹൻലാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പറയുന്നത് പുതിയ താരങ്ങൾ വരട്ടെ, അവർ മത്സരിക്കട്ടെ, ഞാൻ എന്തായാലും പിന്മാറുകയാണ് എന്ന കൃത്യമായ നിലപാട് മോഹൻലാൽ എടുക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപ്പോൾ മുതൽ തന്നെ പല പേരുകളും സജീവമായി തന്നെ ഉയരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്ന 2 പേരുകൾ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനും വിജയരാഘവനുമാണ്. അതായത് കുഞ്ചാക്കോ ബോബനെ പോലൊരു താരം, ഒരു യുവതാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് വാദിക്കുന്ന ഒരു ഭാഗം ആളുകൾ അമ്മയിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവന്റെ പേരും വരുന്നുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ കഴിയുന്നത് ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വളരെ ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട്. കാരണം ജഗദീഷ് പല താരങ്ങളിൽ നിന്നും പിന്തുണ തേടുന്നുണ്ട്, പലരെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെന്ന് ജഗദീഷ് കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രവീന്ദ്രനും ശ്വേതാമേനോനും അതേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി തന്നെ മത്സരിക്കുന്നു എന്നുള്ള കാര്യവും കൂടി വരുന്നത്. രവീന്ദ്രൻ ഏകദേശം 6 ആപ്ലിക്കേഷൻ ഫോമുകളോളം വാങ്ങിച്ചിട്ടുണ്ട്. ഏതൊക്കെ തലത്തിലാണ് രവീന്ദ്രൻ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ പോലും രവീന്ദ്രൻ ഒരു സൂചനയും നൽകുന്നില്ല. ശ്വേതാമേനോനും അതുപോലെ തന്നെ ജഗദീഷ് ചെയ്യുന്നത് പോലെ തന്നെ താരങ്ങളെ വിളിച്ച് ഹരീഷൻ, ഇവിടെ രവീന്ദ്രൻ സൂചിപ്പിച്ച കാര്യം ആരോപണ വിധേയർ മത്സര രംഗത്തേക്ക് വരരുത്, അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരരുത് എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുള്ള ലൈംഗിക ആരോപണ പരാതികളും കേസുമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. എന്തായാലും പുതിയൊരു ഭരണസമിതി വരുമ്പോൾ കളങ്കിതരായിട്ടുള്ളവർ, ആരോപണ വിധേയരായിട്ടുള്ളവർ ആ ഭാരവാഹിത്വത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെയെങ്കിലും ജഗദീഷ് സ്വീകാര്യനാണ്. മാത്രമല്ല, കൂടുതൽ വനിതാ പ്രാതിനിധ്യവും ഭാരവാഹി പട്ടികയിൽ ഉണ്ടാകുമോ? ടോം, അത് തന്നെയാണ് പല താരങ്ങളും പ്രത്യേകിച്ച് അവർ പറയുന്നത്. ആരോപണ വിധേയർ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല പേരുകളുമുണ്ട്. അവരാരും ഭരണത്തിലേക്ക് വരരുത്, തലപ്പത്തേക്ക് വരരുത് എന്നുള്ളൊരു ആവശ്യം പല താരങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആരോപണ വിധേയർ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തേക്ക് വരും എന്നുള്ളതാണ്. കാരണം 505 അംഗങ്ങളുള്ള അമ്മയിൽ 110 പേരാണ് ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് അമ്മയിൽ തന്നെ ഇത് അസാധാരണമായ സംഭവമാണ്. കാരണം മോഹൻലാൽ മത്സര രംഗത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മത്സരം ഉണ്ടാകില്ല. പക്ഷേ മോഹൻലാൽ തുടരില്ല എന്നുള്ള കാര്യം മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ എല്ലായിടത്തും മത്സരം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ വേണം കണക്കാക്കാൻ. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ബാബുരാജ് മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അവിടെയാണ് ജോയ് മാത്യു വരുന്നത്. ജോയ് മാത്യു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി തന്നെ രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോപണ വിധേയരായി നിൽക്കുന്ന താരങ്ങൾ വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, കഴിഞ്ഞ തവണ ഇവിടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന താരങ്ങൾ തന്നെ വീണ്ടും ഇത്തവണയും മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ജയൻ ചേർത്തല ഉൾപ്പെടെയുള്ളവർ പത്രിക വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതൊക്കെ തലത്തിലാണ് മത്സരിക്കുക എന്നുള്ളത് നമുക്ക് ഇനി അറിയേണ്ടേ ഉള്ളൂ. കാരണം ഇന്നാണ് അവസാന ദിവസം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. 31-ാം തീയതി കൃത്യമായി ആരൊക്കെ ഏതൊക്കെ തലത്തിൽ മത്സരിക്കും എന്നുള്ളത് വരും. 15-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയിലെ വനിതാ കൂട്ടായ്മ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതാ കൂട്ടായ്മകളിൽ പല വനിതകളും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായി തന്നെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക, വനിതകളെ കൂടുതൽ മത്സര രംഗത്തേക്ക് കൊണ്ടുവരിക, അവരൊരു
ഒരു കൃത്യമായ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക, അതിലൂടെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന താരങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ള ആശയങ്ങളുമൊക്കെ ആയിട്ടാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിലവിൽ വരുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് ചർച്ചകൾ, പ്രത്യേകിച്ച് നവ്യ നായരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഷീലു എബ്രഹാം മത്സര രംഗത്തേക്ക് വരുന്നതായി മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാത്തിനും വനിതകൾ കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു കാര്യം കൂടി ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ രവീന്ദ്രന്റെ മത്സര രംഗത്തും രവീന്ദ്രൻ ഏതൊക്കെ സ്ഥാനത്താണ് മത്സരിക്കുക എന്നുള്ളതും രവീന്ദ്രൻ സസ്പെൻസ് ആക്കി വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ ആരോപണ വിധേയരല്ലാത്ത ആളുകൾ വരട്ടെ, യുവാക്കൾ വരട്ടെ എന്നുള്ള ആശയം കൂടി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നിലവിൽ അമ്മ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ നിഴലിൽ നിൽക്കുകയാണ് അമ്മ. ആ ഒരു ഘട്ടത്തിലേക്ക് ഈ തലപ്പത്തേക്ക് വരാനുള്ള പലരും മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തലപ്പത്തേക്ക് വരണമെങ്കിൽ ഒരു സീനിയർ താരം വരട്ടെ എന്നുള്ള നിലപാടിലാണ് ജഗദീഷ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു പ്രസക്തിയേറുന്നൊരു കാഴ്ചയും കൂടി വരുന്നത്. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷിന്റെ പേര് വളരെ രീതിയിൽ ഉയർന്നു കേൾക്കുമ്പോൾ തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയ് മാത്യുവും ബാബുരാജും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തും തുടങ്ങി നിരവധി ഘട്ടങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇടവേള ബാബു തന്നെ രാജിവെച്ച് ഇറങ്ങിപ്പോയതൊരു ഘട്ടവും കൂടിയുണ്ട്. പക്ഷേ വീണ്ടും ഇടവേള ബാബു മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. അതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാം, അത് അങ്ങനെ ഒരു രീതിയിൽ മത്സരിക്കാം എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് പല താരങ്ങളും രംഗത്തെത്തുകയുണ്ട്. അത് അവരുടെ പ്രതിഷേധവും കൂടി അറിയിക്കുക എന്നുള്ളതും കൂടിയാണ്. കാരണം ഈ അമ്മയിൽ തന്നെ ഇപ്പോൾ നിലവിൽ ഒരുപാട് ചേരികളായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴേക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കാര്യങ്ങൾ വ്യക്തമാകും. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ മത്സരിക്കും എന്നുള്ളതും ഇന്ന് അറിയാൻ സാധിക്കും. കേട്ടോ, യെസ്, അതുതന്നെയാണ് ഹരീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടോടുകൂടി പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. ഇന്ന് വൈകിട്ട് ഇക്കാര്യത്തിൽ ഏകദേശം ഒരു ചിത്രം വ്യക്തമാകും. എന്തായാലും ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. പല താരങ്ങളിൽ നിന്നും അദ്ദേഹം പിന്തുണ തേടിയിട്ടുണ്ട്. കളങ്കിതരായിട്ടുള്ളവർ മത്സരരംഗത്തേക്ക് വരരുത്, ഭാരവാഹി പട്ടികയിലേക്ക് വരരുത് എന്ന നിർദ്ദേശവുമായി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും മത്സരരംഗത്തേക്ക് കടന്നിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.